+1 കെമിസ്ട്രി ക്ലാസ്സിലേക്ക് എല്ലാ കുട്ടികൾക്കും സ്വാഗതം. ഇന്ന് നമ്മൾ എടുക്കാൻ പോകുന്നത് ചാപ്റ്റർ 4 ആണ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എടുത്ത ലെസൺ ആണ് കെമിക്കൽ ബോണ്ടിങ് ആൻഡ് മോളിക്കുലർ സ്ട്രക്ചർ. അപ്പോൾ ഈ ലെസണിലെ ഒക്ടക്ട് റൂളിലെ ലിമിറ്റേഷൻസ് ആണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്. ലിമിറ്റേഷൻസ് ഓഫ് ദി ഒക്ടക്ട് റൂൾ. ഒക്ടക്ട് റൂൾ നമ്മൾ എന്താണെന്ന് പഠിച്ചു. 8 ഇലക്ട്രോൺ കണ്ടീഷൻ വരുന്ന സ്റ്റേറ്റ് ആണ് ഒക്ടക്ട് റൂൾ എന്ന് പറയുന്നത്. 8 ഇലക്ട്രോൺ ഇല്ലെന്നുണ്ടെങ്കിൽ ആറ്റംസ് കമ്പൈൻ ചെയ്യും. രണ്ട് രീതിയിൽ കമ്പൈൻ ചെയ്യുമെന്ന് പറഞ്ഞു. ഇലക്ട്രോൺസ് ട്രാൻസ്ഫർ ചെയ്യും, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അയോണിക് ബോണ്ടുകൾ ഫോം ചെയ്യും, അല്ലെങ്കിൽ ഇലക്ട്രോൺസ് ഷെയർ ചെയ്യും. ഇലക്ട്രോൺസ് ഷെയർ ചെയ്യുകയാണെങ്കിൽ കോവലൻറ്റ് കോമ്പൗണ്ടുകളായിരിക്കും ഫോം ചെയ്യുന്നത്. അതാണ് ഒക്ടക്ട് റൂൾ. ഇനി ഒക്ടക്ട് റൂൾ വെച്ചിട്ട് നമ്മൾ ലൂയിസ് ഡോട്ട് സ്ട്രക്ചേഴ്സ് വരച്ചു, സിമ്പിൾ എലമെൻറ്റുകളിലേത് വരച്ചു, അതുപോലെ മോളിക്യൂൾസിനെ വരച്ചു. ഏറ്റവും കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ അയോണുകളുടെ, അതായത് കാർബണേറ്റ് അയോൺ, നൈട്രേറ്റ് അയോൺ, സൾഫേറ്റ് അയോൺ, ഈ 3 അയോണുകളുടെ ലൂയിസ് ഡോട്ട് സ്ട്രക്ചേഴ്സ് വരച്ചു. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഒക്ടക്ട് റൂൾ എവിടെയൊക്കെ നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നില്ല, അതായത് ലിമിറ്റേഷൻസ് എന്താണ് നോക്കാം. നമുക്ക് ലിമിറ്റേഷൻസ് എടുക്കുമ്പോൾ ഒരു കാര്യം എപ്പോഴും ഓർത്ത് വയ്ക്കുക, ഒക്ടക്ട് റൂൾ മെയിൻലി അപ്ലൈ ചെയ്യുന്നത് സെക്കൻഡ് പീരീഡിൽ വരുന്ന എലമെൻറ്റുകൾ വഴി ഫോം ചെയ്ത കോമ്പൗണ്ടുകൾക്കാണ്. ഇപ്പോൾ സെക്കൻഡ് പീരീഡിലെ എലമെൻറ്റുകൾ ഓൾറെഡി നിങ്ങൾക്ക് അറിയാം. ലിഥിയം, ബെർലിയം, ബോറോൺ, കാർബൺ, നൈട്രജൻ, അങ്ങനെ സ്ട്രെയിറ്റ് പോകുന്ന എലമെൻറ്റുകൾ. ആ എലമെൻറ്റുകൾ വഴി ഫോം ചെയ്യുന്ന കോമ്പൗണ്ടുകൾക്കാണ് കൂടുതലായിട്ട് ഒക്ടക്ട് റൂൾ അപ്ലൈ ചെയ്യുന്നത്. അതേസമയം ഫസ്റ്റ് പീരീഡിലെ എലമെൻറ്റുകൾ ഹൈഡ്രജൻ അല്ലെങ്കിൽ ഹീലിയം, പിന്നെ തേർഡ് പീരീഡിലെ എലമെൻറ്റുകൾ സോഡിയം മുതൽ വരുന്നത്, സോഡിയം, മഗ്നീഷ്യം എല്ലാം വരുന്നത്, ആ തേർഡ് പീരീഡിലെ എലമെൻറ്റുകൾക്കൊന്നും തന്നെ, അതായത് ആ എലമെൻറ്റുകൾ വഴി ഫോം ചെയ്യുന്ന കോമ്പൗണ്ടുകളുണ്ട്. ഓക്കെ, ആ കോമ്പൗണ്ടുകൾക്കൊന്നും തന്നെ ഒക്ടക്ട് റൂൾ അങ്ങനെ ആപ്ലിക്കബിൾ ആവാറില്ല. അപ്പം അതിലെ ഈ ലിമിറ്റേഷൻസിൽ മെയിൻലി നമ്മൾ 3 പോയിന്റാണ് പറയുന്നത്. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ഇൻകംപ്ലീറ്റ് ഒക്ടക്ട് ഓഫ് ദി സെൻട്രൽ ആറ്റം. എന്താണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നോക്കാം. ഇൻകംപ്ലീറ്റ് ഒക്ടക്ട്, അതായത് ഒക്ടക്ട് കംപ്ലീറ്റ് ആവുന്നില്ല. ഒക്ടക്ട് കംപ്ലീറ്റ് ആവുന്നില്ല എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഉദ്ദേശിക്കുന്നത് 8 ഇലക്ട്രോൺ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നില്ല എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഏതൊക്കെ കോമ്പൗണ്ടുകൾക്കാണ് 8 ഇലക്ട്രോൺ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യാത്തത്? ഇപ്പം നമ്മൾ ലിഥിയം ക്ലോറൈഡ് എടുക്കുകയാണെന്ന് വിചാരിച്ചോളൂ. ലിഥിയം ക്ലോറൈഡിന് ലിഥിയത്തിൻ്റെ അറ്റോമിക് നമ്പർ നിങ്ങൾക്കറിയാം. ലിഥിയത്തിൻ്റെ അറ്റോമിക് നമ്പർ 3 ആണ്. അപ്പോൾ 3 ആയി കഴിയുമ്പോൾ അതിൻ്റെ ഞാൻ മെയിൻ ഷെൽ കോൺഫിഗറേഷൻ ജസ്റ്റ് ഒന്ന് എഴുതുവാണേ, 2,1. ഈ മെയിൻ ഷെൽ കോൺഫിഗറേഷൻ എഴുതി കഴിഞ്ഞാൽ ഇതിൽ 1 ഇലക്ട്രോൺ ആണ് ലാസ്റ്റ് ഷെല്ലിൽ വരുന്നത്. ഓക്കെ, അപ്പം ലിഥിയത്തിന് ആദ്യമേ തന്നെ, അല്ലെങ്കിൽ ലിഥിയം വരുന്ന ഫസ്റ്റ് ഗ്രൂപ്പിൽ വരുന്ന ഈ കോമ്പൗണ്ടുകൾക്കെല്ലാം തന്നെ ഒരു വാലൻസ് ഇലക്ട്രോൺ ഉള്ളൂ. ഓക്കെ, അപ്പോൾ വാലൻസി 1 ആയത് കാരണം ലിഥിയത്തിന് ഒരു ആറ്റം മാത്രമായിട്ട് കമ്പൈൻ ചെയ്യാൻ പറ്റത്തുള്ളൂ. അതായത് അത് ക്ലോറിനായിട്ട് കമ്പൈൻ ചെയ്തിട്ടുള്ളൂ. ക്ലോറിൻ്റെ നിങ്ങൾക്കറിയാം 287 ആണ് കോൺഫിഗറേഷൻ. മെയിൻ ഷെൽ കോൺഫിഗറേഷനാണ് ഞാൻ പറയുന്നത്. അപ്പോൾ ക്ലോറിന് 7 വാലൻസ് ഇലക്ട്രോൺ ഉണ്ട്. അപ്പോൾ ക്ലോറിന് 1 മോർ ഇലക്ട്രോൺ കൂടെ വേണം. സോ അത് ആ ക്ലോറിൻ ലിഥിയത്തിൻ്റെ 1 ഇലക്ട്രോൺ കൂടി യൂസ് ചെയ്തിട്ട് ലിഥിയം ക്ലോറൈഡ് എന്നുള്ള കോമ്പൗണ്ട് ഫോം ചെയ്യുന്നു. അപ്പോൾ നമ്മൾ ലിഥിയം ക്ലോറൈഡ് എഴുതുമ്പോൾ ലിഥിയത്തിൻ്റെ വാലൻസ് ഇലക്ട്രോൺ 1 ആണ്. അതുപോലെ ക്ലോറിന് 7 ഇലക്ട്രോൺസ് ഉണ്ട്. ആ 7 ഇലക്ട്രോൺസിൽ ആ 7th 1 ഇലക്ട്രോൺ ഞാനിങ്ങനെ എഴുതുന്നു. ഓക്കെ, അപ്പോൾ ക്ലോറിൻ്റെ നെക്സ്റ്റ് 6 ഇലക്ട്രോൺ ഇതാണ്. ഓക്കെ, ഇനി ഈ ലിഥിയത്തിൻ്റെ സ്ട്രക്ചർ നമ്മളിങ്ങനെ ഒരു സർക്കിൾ കൊണ്ട് റെപ്രസെൻ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇവിടെ നോക്കിക്കേ, ലിഥിയത്തിനാകെ 2 ഇലക്ട്രോണേ വരുന്നുള്ളൂ. ഇവിടെ 8 ഒക്ടക്ട് എന്നുള്ള കണ്ടീഷൻ ഇവിടെ സാറ്റിസ്ഫൈ ചെയ്യുന്നില്ല. ഒക്ടക്ട് എന്ന് വെച്ചാൽ നമുക്കറിയാം 8 ഇലക്ട്രോൺ വരണം സെൻട്രൽ ആറ്റത്തിന് ചുറ്റും. ആ സെൻട്രൽ ആറ്റത്തിന് ചുറ്റും 8 ഇലക്ട്രോൺ കണ്ടീഷൻ ഇവിടെ സാറ്റിസ്ഫൈ ചെയ്യുന്നില്ല. അതുകൊണ്ടാണ് ഇവർ പറഞ്ഞത് ഇൻകംപ്ലീറ്റ് ഒക്ടക്ട് ഓഫ് ദി സെൻട്രൽ ആറ്റം. ഓക്കെ, അതുപോലെ വേറൊരു കോമ്പൗണ്ടാണ് ബെറിലിയം ഹൈഡ്രൈഡ്. ബെർലിയത്തിൻ്റെ അറ്റോമിക് നമ്പർ 4 ആണ്. അപ്പോൾ ബെർലിയം അറ്റോമിക് നമ്പർ 4 ആയി കഴിയുമ്പോൾ 2,2 ഇങ്ങനെയാണ് ഇലക്ട്രോൺ കോൺഫിഗറേഷൻ വരുന്നത്. അതായത് കെ ഷെല്ലിൽ 2 ഇലക്ട്രോൺ, എൽ ഷെല്ലിൽ 2 ഇലക്ട്രോൺ. സോ ആ ലാസ്റ്റ് ഷെല്ലിലെ ഇലക്ട്രോൺസ് നമ്മൾ ഇങ്ങനെ കൊടുത്തു. ഇനി ഈ ബെർലിയം ഹൈഡ്രജനുമായിട്ട് കമ്പൈൻ ചെയ്യുന്നു. ഹൈഡ്രജനുമായിട്ട് കമ്പൈൻ ചെയ്യുമ്പോൾ ബെർലിയം ഹൈഡ്രൈഡ് ഫോം ചെയ്യും. ഹൈഡ്രജൻ്റെ 1 ഇലക്ട്രോൺ, നെക്സ്റ്റ് ഹൈഡ്രജൻ്റെ 1 ഇലക്ട്രോൺ. ഓക്കെ, അപ്പോൾ ഇനി നമ്മൾ ബെർലിയത്തിന് ചുറ്റും അത് ബോണ്ടിങ്ങിൽ പങ്കെടുത്ത ഇലക്ട്രോൺസിനെ ഇൻക്ലൂഡ് ചെയ്ത് നമ്മളൊരു സർക്കിൾ വരച്ച് നോക്കി കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ മൊത്തം ഇവിടെ നമുക്ക് 2+2, അതായത് 4 ഇലക്ട്രോൺസ് മാത്രമേ ഇവിടെ വരുന്നുള്ളൂ. 8 ഇലക്ട്രോൺ കണ്ടീഷൻ ഇവിടെയും സാറ്റിസ്ഫൈ ചെയ്യുന്നില്ല സെൻട്രൽ ആറ്റത്തിന്. ഓക്കെ, അതുപോലെ വേറൊരു കോമ്പൗണ്ട് നമുക്ക് എഴുതാം, ബോറോൺ ക്ലോറൈഡ് വരുന്നത്, അത് BCl3 എഴുതിയിട്ടുണ്ടെങ്കിൽ ബോറോണിൻ്റെ അറ്റോമിക് നമ്പർ 5 ആണ്. 5 വരുമ്പോൾ
2,3 എന്നാണ് കോൺഫിഗറേഷനിൽ നമുക്ക് നിർത്താൻ പറ്റും. അപ്പോൾ 3 ഇലക്ട്രോൺസ് വാലൻസ് ഇലക്ട്രോൺസ് ആയിട്ട് വരുന്നു. ഇനി ക്ലോറിൻ നിങ്ങൾക്കറിയാം 7 വാലൻസ് ഇലക്ട്രോൺ ഉണ്ട്. അതിൽ 7th ഇലക്ട്രോൺ ഇത് 3 ക്ലോറിൻ്റെയും 7th ഇലക്ട്രോൺ. ഓക്കെ, അപ്പം ഇങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യുമ്പോഴും സെൻട്രൽ ആറ്റത്തിൻ്റെ കോൺഫിഗറേഷൻ നോക്കിക്കേ. സെൻട്രൽ ആറ്റം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ബോറോണിൻ്റെ കോൺഫിഗറേഷൻ, ബോറോണിൻ്റെ ഇലക്ട്രോൺസ് നമുക്ക് ഇങ്ങനെ വരയ്ക്കാൻ പറ്റും. അപ്പോൾ നമുക്കിവിടെ 2, 4, 6 ഇലക്ട്രോൺസ് സാറ്റിസ്ഫൈ ചെയ്തിട്ടുള്ളൂ. ഓക്കെ, അപ്പോൾ ലിഥിയം ക്ലോറൈഡിൽ 2 ഇലക്ട്രോൺസ് ആണ് സെൻട്രലിൽ വരുന്നത്. ബെർലിയം ഹൈഡ്രൈഡിൽ വരുന്നത് 4 ഇലക്ട്രോൺസ്, ബോറോൺ ക്ലോറൈഡിൽ വരുന്നത് 6 ഇലക്ട്രോൺസ്. അത് 2, 4, 6 എന്നുള്ളൊരു കോമ്പിനേഷനിൽ വന്നു. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്താ മീൻ ചെയ്യുന്നത്, സെൻട്രൽ ആറ്റത്തിന് 8 ഇലക്ട്രോണുള്ള കണ്ടീഷൻ ഇവിടെ സാറ്റിസ്ഫൈ ചെയ്യുന്നില്ല. ഇതിനെയാണ് ഇൻകംപ്ലീറ്റ് ഒക്ടക്റ്റ് ഓഫ് ദി സെൻട്രൽ ആറ്റം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത് നമുക്കൊരു കൺക്ലൂഷൻ പറയണമെന്നുണ്ടെങ്കിൽ സെൻട്രൽ എലമെൻറ്റിന് വാലൻസ് ഇലക്ട്രോൺ 4ൽ കുറവ് വരികയാണെന്നുണ്ടെങ്കിൽ, കാർബണിനാണ് 4 വാലൻസ് ഇലക്ട്രോൺ വരുന്നത്, കാർബണിൻ്റെ ഫാമിലി വരുന്നത്. അപ്പോൾ കാർബണിൻ്റെ ഫാമിലിയേക്കാളും 4 വാലൻസ് ഇലക്ട്രോൺ കുറവ് വരുന്ന ഫാമിലീസ്, അതായത് ഫസ്റ്റ് ഗ്രൂപ്പ്, സെക്കൻഡ് ഗ്രൂപ്പ്, 13th ഗ്രൂപ്പ്, ഫസ്റ്റ് ഗ്രൂപ്പ്, സെക്കൻഡ് ഗ്രൂപ്പ്, 13th ഗ്രൂപ്പ്, ഈ 3 ഗ്രൂപ്പിലെ എലമെൻറ്റുകൾ എടുത്തിട്ടുണ്ടെങ്കിൽ അവർക്ക് വാലൻസ് ഇലക്ട്രോൺ 4ലും കുറവാണ്. അപ്പം <4 വാലൻസ് ഇലക്ട്രോൺസ് വരുന്നതാണ് നമ്മളിവിടെ എക്സാമ്പിളായിട്ട് കൊടുത്തിരിക്കുന്നത്. ഈ പോയിന്റ് എപ്പോഴും ഓർത്തിരിക്കുക, <4 വാലൻസ് ഇലക്ട്രോൺസ് വരുന്നു. <4 വാലൻസ് ഇലക്ട്രോൺസ് വരുന്ന കേസിലൊന്നും ഒക്ടക്റ്റ് റൂൾ ഒബേ ചെയ്യുന്നില്ല. നിങ്ങൾക്ക് 3 എക്സാമ്പിളായിട്ട് ഇത് എഴുതാം. ലിഥിയം ക്ലോറൈഡും ബെർലിയം ഹൈഡ്രൈഡും ബോറോൺ ക്ലോറൈഡും എഴുതാം. സെൻട്രൽ ആറ്റത്തിന് 8 ഇലക്ട്രോൺ കണ്ടീഷൻ വരുന്നില്ല. അതാണ് ഫസ്റ്റത്തെ ലിമിറ്റേഷൻ ആയിട്ട് പറയുന്നത്, ദ ഇൻകംപ്ലീറ്റ് ഒക്ടക്റ്റ് ഓഫ് ദി സെൻട്രൽ ആറ്റം. ഇനി ഇതുപോലെ നിങ്ങൾക്ക് വേറെ കുറച്ച് കോമ്പൗണ്ടുകൾ എഴുതി നോക്കാവുന്നേ ഉള്ളൂ. BF3 എഴുതാം, അലുമിനിയം ക്ലോറൈഡൊക്കെ എഴുതാം. ആ പീരീഡിൽ വരുന്ന ഫസ്റ്റ് ഗ്രൂപ്പും സെക്കൻഡ് ഗ്രൂപ്പും 13th ഗ്രൂപ്പും വെച്ച് നിങ്ങൾക്ക് വേറെ എലമെൻറ്റുകൾ എഴുതി നോക്കാവുന്നേ ഉള്ളൂ. ഇനി എന്താണ് രണ്ടാമത്തെ ലിമിറ്റേഷൻ? രണ്ടാമത്തെ ലിമിറ്റേഷൻ എന്ന് പറഞ്ഞത് ഓഡ് ഇലക്ട്രോൺ മോളിക്യൂൾസ് വരുന്ന കണ്ടീഷൻ. എന്താണ് ഓഡ് ഇലക്ട്രോൺ? അത് ഒറ്റയ്ക്ക് നിൽക്കുന്നു. ഓഡ് മീൻസ് ഒറ്റയ്ക്ക് നിൽക്കുന്ന അർത്ഥം. അതായത് 1 ആയിട്ട് അല്ലെങ്കിൽ 3 ഇലക്ട്രോൺസ് അല്ലെങ്കിൽ 5 ഇലക്ട്രോൺസ് ആയിട്ടൊക്കെ വരുന്ന കേസുകൾ. അപ്പോൾ ഇവിടെ നമ്മൾ സിംഗിൾ ഇലക്ട്രോൺ കൺസിഡർ ചെയ്യുന്നു. ഓഡ് ഇലക്ട്രോൺ കണ്ടീഷൻ നോക്കാം നമുക്ക് എങ്ങനെയാണ്. ഈ ഓഡ് ഇലക്ട്രോൺ മോളിക്യൂൾസിലും ഇതുപോലെ ഒക്ടക്റ്റ് റൂൾ ഒബേ ചെയ്യാറില്ല. ഫോർ എക്സാമ്പിൾ നമുക്ക് നൈട്രിക് ഓക്സൈഡ് എടുത്ത് നോക്കാം. നൈട്രിക് ഓക്സൈഡ് എടുത്തു കഴിയുമ്പോൾ നൈട്രിക് ഓക്സൈഡിന് ഫോർമുല വരുന്നത് NO ആണ്. NO. അപ്പം നൈട്രോജൻ ഏത് ഗ്രൂപ്പിലാണ്? നൈട്രോജൻ 15th ഗ്രൂപ്പാണ്. 15th ഗ്രൂപ്പിൽ എത്ര വാലൻസ് ഇലക്ട്രോൺ ഉണ്ട്? 5 വാലൻസ് ഇലക്ട്രോൺ. ഓക്കെ, 5 വാലൻസ് ഇലക്ട്രോൺ ഉണ്ട്. ആ 5 വാലൻസ് ഇലക്ട്രോണിൽ 2 എണ്ണം നൈട്രോജൻ ഓക്സിജനുമായിട്ട് ഡബിൾ ബോണ്ട് ഫോം ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നു. ബാക്കി 2 ഇലക്ട്രോൺ ഞാൻ സെപ്പറേറ്റ് പെയറായിട്ട് എഴുതി. ഇത് 3rd ഇലക്ട്രോൺ ഇങ്ങനെ ഒറ്റയ്ക്ക് എഴുതി. ഇനി നമുക്ക് ഓക്സിജൻ്റെ കേസ് നോക്കാം. ഓക്സിജൻ 16th ഗ്രൂപ്പുകാരനാണ്. 16th ഗ്രൂപ്പ് വന്നു കഴിയുമ്പോൾ 6 വാലൻസ് ഇലക്ട്രോൺ ആണ്. അപ്പം 2, 4, 6th ഇപ്പം 3ാമത്തെ പേർ ഞാനിവിടെ എഴുതി. ഓക്കെ, ഇനി നൈട്രജൻ്റെ സെൻട്രൽ ആറ്റം നൈട്രജൻ ആണ്. ഇതിൻ്റെ ചുറ്റുമുള്ള ഇലക്ട്രോൺസ് നമുക്കൊന്ന് കൗണ്ട് ചെയ്ത് നോക്കാം. അപ്പോൾ ഇവിടെ 2, 4, 6, 7 ഇലക്ട്രോൺസ് ആണ് നൈട്രജന് ചുറ്റും വരുന്നത്. ഒക്ടക്റ്റ് കംപ്ലീറ്റ് ആയില്ല, അത് ഒരു വശം. അതോടൊപ്പം തന്നെ ഈ നൈട്രജനിൽ ഒരു ഇലക്ട്രോൺ ഒറ്റയ്ക്ക് നിൽക്കുന്നുണ്ട്. അതായത് ഇതാണ് നമ്മൾ ഓഡ് ഇലക്ട്രോൺ എന്ന് പറയുന്നത്. ഓഡ് ഇലക്ട്രോൺ, അതായത് സിംഗിളായിട്ട് നിൽക്കുന്നു. ഓക്കെ, ഈ മോളിക്യൂളും ഒക്ടക്റ്റ് റൂൾ ഒബേ ചെയ്യുന്നില്ല, നൈട്രിക് ഓക്സൈഡ്. അതുപോലെ ഓഡ് ഇലക്ട്രോൺ മോളിക്യൂൾ നമുക്ക് ഒരെണ്ണം കൂടിയുണ്ട്. അത് നൈട്രജൻ ഡയോക്സൈഡ് ആണ്. നൈട്രജൻ ഡയോക്സൈഡ് എന്ന് പറയുമ്പോൾ NO2 മോളിക്യൂൾ നമ്മൾ എഴുതുമ്പോൾ ഇതുപോലെ തന്നെ വാലൻസ് ഇലക്ട്രോൺ ഓൾറെഡി നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. നൈട്രജനിൽ 15 ആണ് ഗ്രൂപ്പ് നമ്പർ. സോ 5 വാലൻസ് ഇലക്ട്രോൺ ഉണ്ട്. അപ്പോൾ 5 വാലൻസ് ഇലക്ട്രോൺ നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാനായിട്ട് 2 എണ്ണം ഇവിടെ കൊടുത്തു. ബാക്കി 2 എണ്ണം ഞാൻ ഇങ്ങോട്ട് എഴുതുന്നു. ഓക്കെ, പിന്നെ 5th വൺ ഇവിടെ എഴുതി. പിന്നെ 5 ഇലക്ട്രോൺ നമ്മൾ കൊടുത്തു. ഈ NO2 ആയത് കാരണം നൈട്രജന് ചുറ്റും 2 ഓക്സിജൻ നമ്മൾ സെപ്പറേറ്റ് ചെയ്യണം. അപ്പോൾ ഇത് നെക്സ്റ്റ് ഓക്സിജൻ. ഓക്കെ, ഓക്സിജന് 6 വാലൻസ് ഇലക്ട്രോൺ ഉണ്ട്. ആ 6 എണ്ണത്തിൽ 2 എണ്ണം ഇത് നൈട്രജനുമായിട്ട് ഡബിൾ ബോണ്ട് ഫോം ചെയ്യുന്നു. റിമൈനിങ് 4 ഇങ്ങനെ കൊടുക്കാം. അതുപോലെ ഇപ്പുറത്തെ സൈഡിൽ
ഓക്സിജൻ 2 4 6. ഈ നൈട്രജൻ ഡയോക്സൈഡിൽ ഒരു കുഴപ്പമുണ്ട്. ഈ നൈട്രജൻ ഡയോക്സൈഡിൽ ഒരു ഡബിൾ ബോണ്ടേ ഫോം ചെയ്യുന്നുള്ളൂ. അതായത് 2 ഇലക്ട്രോൺ ഷെയർ ചെയ്ത ഈ ബോണ്ടാണ് ഡബിൾ ബോണ്ട്. പിന്നെ നൈട്രജൻ്റെ ഈ 2 ഇലക്ട്രോൺസ് ഇവർ രണ്ടും കൂടി ചേർന്നിട്ട് ഒരു ബോണ്ട് അങ്ങോട്ട് ഒറ്റയ്ക്ക് ഫോം ചെയ്ത് കളയും. അതായത് നൈട്രജൻ്റെ 2 ഇലക്ട്രോൺസ് ചേർന്നിട്ടാണ് ഇവിടെ ഒരു ബോണ്ട് ഫോം ചെയ്യുന്നത്. ഈ ബോണ്ട് സിംഗിൾ ബോണ്ട് ആയിരിക്കും. അപ്പോൾ ഇത് സിംഗിൾ ബോണ്ടാണ്. അതൊരു കോർഡിനേറ്റ് കോവലന്റ് ബോണ്ടാണ്. ദെൻ നൈട്രജൻ 2 ഇലക്ട്രോൺ ഷെയർ ചെയ്യുന്നത് ഒരു ഡബിൾ ബോണ്ടാണ്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ സ്ട്രക്ചർ നമ്മൾ വരയ്ക്കുമ്പോൾ ഇത് സിംഗിൾ ബോണ്ടാണ്. ഈ ഇലക്ട്രോൺസ് രണ്ടും കൊടുത്തത് നൈട്രജൻ ആറ്റം ആണ്. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു ആരോ ഇട്ട് വയ്ക്കാം. ബാക്കി ഓക്സിജൻ്റെ 6 ഇലക്ട്രോൺസ് ഇവിടെ യാതൊന്നും ചെയ്യുന്നില്ല, അവർ ചുമ്മാ നിൽക്കുന്നേ ഉള്ളൂ. ഇപ്പോഴത്തെ സൈഡിൽ നമുക്ക് ഡബിൾ ബോണ്ട് ഉണ്ട്. ഓക്സിജൻ ഡബിൾ ബോണ്ട് ഫോം ചെയ്യാനായിട്ട് നൈട്രജൻ്റെ 2 ഇലക്ട്രോൺ കൂടി യൂസ് ചെയ്യുന്നുണ്ട്. ഇനി നൈട്രജൻ്റെ ഇലക്ട്രോണിൽ ബോണ്ടിങ്ങിൽ പങ്കിടാതെ നിൽക്കുന്ന ഒരു ഇലക്ട്രോൺ അങ്ങനെ കൊടുക്കുക. ഇതും ഓഡ് ഇലക്ട്രോൺ മോളിക്യൂളാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ ഒരു പോസിറ്റീവ് ചാർജ് വരും. അപ്പോൾ ഈ 2 മോളിക്യൂൾസും ഓഡ് ഇലക്ട്രോൺ മോളിക്യൂൾസിൻ്റെ എക്സാമ്പിളാണ്. ഇവർ 2 പേരും ഒക്ടെറ്റ് റൂൾ ഒബേ ചെയ്യുന്നില്ല. നൈട്രിക് ഓക്സൈഡും നൈട്രജൻ ഡയോക്സൈഡും രണ്ടിലും സെൻട്രൽ ആറ്റം നൈട്രജൻ ആണ്. നൈട്രജൻ ആയതുകൊണ്ട് അതിൻ്റെ 5th ഇലക്ട്രോൺ അവർ ഓഡായിട്ടാണ് നിൽക്കുന്നത്, സിംഗിൾ ആയിട്ട് നിൽക്കുന്നത്. അതുകൊണ്ടാണ് ഇതിനെ ഓഡ് ഇലക്ട്രോൺ മോളിക്യൂൾ എന്ന് പറയുന്നത്. ഓഡ് ഇലക്ട്രോൺ മോളിക്യൂൾസ് ഒക്ടെറ്റ് റൂൾ ഒബേ ചെയ്യുന്നില്ല. ഇനി നെക്സ്റ്റ് നമുക്ക് മൂന്നാമത്തെ കണ്ടീഷൻ നോക്കാം. മൂന്നാമത്തെ ലിമിറ്റേഷൻ ആണ് എക്സ്പാൻഡഡ് ഒക്ടെറ്റ്. എക്സ്പാൻഡഡ് ഒക്ടെറ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഉദ്ദേശിക്കുന്നത് നമ്മൾ തേർഡ് പീരീഡിലെ എലമെൻറ്റുകൾ കൺസിഡർ ചെയ്തിട്ടുണ്ടെങ്കിൽ തേർഡ് പീരീഡിലെ എലമെൻറ്റുകൾക്ക് എന്താ പ്രത്യേകത? തേർഡ് പീരീഡിലെ എലമെൻറ്റുകൾ അവർക്ക് 3 ഷെല്ലുണ്ടായിരിക്കും. ഇപ്പോൾ സബ് ഷെൽ വൈസ് എഴുതുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ കെ ഷെല്ലുണ്ട്, അവിടെ എൽ ഷെല്ലുണ്ട്, എം ഷെൽ. ഇത് 3ആണ് മെയിൻ ഷെല്ല്. ഇപ്പോൾ കെ ഷെല്ലിൽ ഓൾറെഡി നിങ്ങൾക്ക് അറിയാം എസ് ഓർബിറ്റൽ മാത്രമേ ഉള്ളൂ. എൽ ഷെല്ല് വരുമ്പോൾ എസ് ആൻഡ് പി ഉണ്ട്. എം ഷെല്ല് വരുമ്പോൾ എസ് ആൻഡ് പി ആൻഡ് ഡി വരുന്നുണ്ട്. അപ്പം നമ്മൾ ഫോസ്ഫറസ് എന്നുള്ളൊരു ആറ്റം കൺസിഡർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഫോസ്ഫറസിൻ്റെ അറ്റോമിക് നമ്പർ 15 ആണ്. ഓക്കെ, നമ്മൾ മെയിൻ ഷെൽ എഴുതുകയാണെന്നുണ്ടെങ്കിൽ 285 എന്ന് വരും. സബ് ഷെല്ലാണെങ്കിൽ നിങ്ങൾക്കറിയാം 1s2 2s2 2p6 3s2 3p. ഇവിടെ നമ്മൾ 10 ഇലക്ട്രോൺ കൊടുത്തു, ദെൻ 12 ആയി, ദെൻ 3 ഇലക്ട്രോൺസ്. സോ ഇവിടെ 10 വന്നു, 3s2 3p3 5 ഇലക്ട്രോൺ. 10 + 5 വരുമ്പോൾ 15 ഇലക്ട്രോൺസ് ആയി. 1s2 2s2 2p6 ദെൻ 3s2 3p3 കോൺഫിഗറേഷൻ ആണ്. അപ്പോൾ ഇതിൽ ഈ ഓൾറെഡി നിങ്ങൾക്കറിയാം എസ്സിൽ നോക്കിയിട്ടുണ്ടെങ്കിൽ എസ്സിലെ ഇലക്ട്രോൺസ് എല്ലാം കംപ്ലീറ്റഡ് ആണ്, എസ് സബ് ഷെല്ലിലെ. അതേസമയം പിയിൽ നമുക്ക് 3 ഇലക്ട്രോൺസ് ഉണ്ട്. അതേസമയം എം ഷെൽ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ എം ഷെല്ലിൽ എസും പിയും കൂടാതെ ഡി ഓർബിറ്റലും കൂടി ഉണ്ട്. പക്ഷേ ഈ ഡി ഓർബിറ്റൽ ഇവിടെ നമ്മൾ കാണിച്ചിട്ടില്ല, കാരണം ഇവിടെ ഇലക്ട്രോൺസ് ഇല്ല. പി തന്നെ ഇവിടെ കംപ്ലീറ്റഡ് അല്ല. പിയിലാക്കി നമുക്ക് 3 ഇലക്ട്രോൺസേ വന്നിട്ടുള്ളൂ. ഓക്കെ, അപ്പം അതിൽ ഇവിടെ നമുക്ക് വേക്കൻ്റ് ആയിട്ട് ഒരു ഡി ഓർബിറ്റൽ ഇവിടെ കിടക്കുന്നുണ്ട്. ഇത് വേക്കൻ്റ് ആണ്. ഇനി ഈ ഫോസ്ഫറസ് ചില മോളിക്യൂൾസിലൊക്കെ കമ്പൈൻ ചെയ്യുമ്പോഴോ, അതായത് PCl5 അല്ലെങ്കിൽ PF3 അല്ലെങ്കിൽ PF5 എന്നൊക്കെയുള്ള കോമ്പൗണ്ട് എടുക്കുമ്പോൾ, അല്ലെങ്കിൽ PCl5 എന്നുള്ള കോമ്പൗണ്ട് എടുത്തു, കോമൺ കോമ്പൗണ്ടാണ്, കുറച്ച് റിയാക്റ്റീവ് ആണ്. ഈ PCl5 എന്നുള്ള കോമ്പൗണ്ട് എടുക്കുന്ന സമയത്ത് ഫോസ്ഫറസിൻ്റെ വാലൻസി 15th ഗ്രൂപ്പ് ആയത് കാരണം നമുക്കറിയാം വാലൻസി 3 ആണ്. പക്ഷേ അപ്പോൾ അതായത് 3 ആറ്റംസ് ആയിട്ട് ഇതിന് കമ്പൈൻ ചെയ്യേണ്ട ആവശ്യമുള്ളൂ. പക്ഷേ ഇവിടെ PCl5 നോക്കിക്കേ, PCl5 എടുത്ത് നോക്കിക്കേ, PCl5ൽ ഇത് 5 ക്ലോറിനായിട്ട് കമ്പൈൻ ചെയ്തിട്ടുണ്ട്. ആക്ച്വലി നമ്മൾ വാലൻസി നോക്കുകയാണെങ്കിൽ PCl3 മാത്രമേ ഫോം ചെയ്യാൻ പാടുള്ളൂ അല്ലേ, കാരണം വാലൻസി 3 ആണ്. പക്ഷേ ഫോസ്ഫറസ് ഇവിടെ 5 ക്ലോറിനായിട്ട് കമ്പൈൻ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇത് PCl5 ഫോം ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ 3 ഇലക്ട്രോണിന് പകരം ഈ 3s2ലെ 2 ഇലക്ട്രോൺസും കൂടി അവർ യൂസ് ചെയ്തിട്ടുണ്ട്. ആ 3s2ലെ ഒരു ഇലക്ട്രോൺ വേക്കൻ്റ് ആയിട്ടുള്ള 3Dയിലേക്ക് പോകും. വേക്കൻ്റ് ആയ 3Dയിലേക്ക് പോയിട്ട് ആ ഡി ഓർബിറ്റൽസും കൂടി ഇവർ ബോണ്ടിങ്ങിന് വേണ്ടി യൂസ് ചെയ്യും. അപ്പം തേർഡ് പീരീഡിലെ എലമെൻറ്റുകൾ അവർ വേക്കൻ്റ് ആയിട്ടുള്ള ഡി ഓർബിറ്റൽസും കൂടി ബോണ്ടിങ്ങിന് വേണ്ടി യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ ഫോസ്ഫറസിൻ്റെ കേസ് നമ്മൾ പറയുമ്പോൾ ഫോസ്ഫറസ് ഈ 5 ഇലക്ട്രോൺസ് ലാസ്റ്റ് ഷെല്ലിൽ വരുന്ന മൊത്തം 5 ഇലക്ട്രോൺസും കൂടി യൂസ് ചെയ്യുകയാണ്.
ആറ്റംസ് ആയിട്ട് കമ്പൈൻ ചെയ്യാനായിട്ട്. അല്ലാതെ വാലൻസി നോക്കിയിട്ടല്ല അവർ കമ്പൈൻ ചെയ്യുന്നത്. ഒരു വേക്കൻ്റ് ആയിട്ടുള്ള ഓർബിറ്റൽസും കൂടി ബോണ്ടിങ്ങിന് വേണ്ടി യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ക്ലോറിൻ്റെ എഴുതി നോക്കാം. ക്ലോറിൻ നിങ്ങൾക്കറിയാം, ക്ലോറിന് 7 വാലൻസ് ഇലക്ട്രോൺ ആണ്. അപ്പോൾ 7th ഇലക്ട്രോൺ ഇവിടെ കമ്പൈൻ ചെയ്യേണ്ടത്. അപ്പോൾ 2 4 6 ഇത് 7th ഇലക്ട്രോൺ. അതുപോലെ നെക്സ്റ്റ് ക്ലോറിൻ ഇവിടെ 2 4 6 7th ഇലക്ട്രോൺ എഴുതി. 2 4 6 7th ഇലക്ട്രോൺ. then 2 4 6 then next chlorine 2 4 6th ഇലക്ട്രോൺ. ഇത് 7th ഇലക്ട്രോൺ. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ കോമ്പൗണ്ട് നമുക്ക് PCl ഇങ്ങനെ ഒരു ബോണ്ട് വന്നു, ഇവിടെ ഒരു ബോണ്ട് വന്നു, ഇവിടെ ഒരു ബോണ്ട് വന്നു, പിന്നെ എക്സ്ട്രാ 2 ബോണ്ടുകളും ഇവിടെ ഫോം ചെയ്യുന്നു. അതായത് എസ് ഷെല്ലിൽ 2 ഇലക്ട്രോൺസ്, അത് ഒരെണ്ണം ഡി ഓർബിറ്റിലേക്ക് മൂവ് ചെയ്യും. എന്നിട്ട് ഇതെല്ലാം കൂടി മിക്സ് ചെയ്തിട്ട് ഒരു PCl5 ബോണ്ട് അങ്ങോട്ട് ഫോം ചെയ്യും. അതായത് മൊത്തം 5 ഇലക്ട്രോൺസ് ഇവർ ബോണ്ടിങ്ങിന് വേണ്ടി യൂസ് ചെയ്യുന്നുണ്ടെന്ന് അർത്ഥം. ഇനി നിങ്ങൾ ഇതിന് ചുറ്റുമുള്ള ഈ ഫോസ്ഫറസിന് ചുറ്റുമുള്ള ഇലക്ട്രോൺസ് കൗണ്ട് ചെയ്ത് നോക്കിക്കേ. ഒരു ബോണ്ട് ഫോം ചെയ്യാൻ നമുക്കറിയാം 2 ഇലക്ട്രോൺസ് വേണം. അപ്പോൾ ഇവിടെ ഫോസ്ഫറസ് ആക്ച്വലി 5 ബോണ്ട് ഫോം ചെയ്തിട്ടുണ്ട്. അപ്പോൾ 5 × 2 വരുമ്പോൾ നമുക്ക് 10 ഇലക്ട്രോൺസ് ആയി. ഓക്കെ, അതായത് എക്സ്പാൻഡഡ് ഒക്ടക്റ്റായി. ഒക്ടക്റ്റിന് എത്രയാണ് വേണ്ടത്? ഒക്ടക്റ്റിൻ്റെ കണ്ടീഷൻ 8 ഇലക്ട്രോൺ ആണ്. ഒക്ടക്റ്റ് മീൻസ് 8 എന്നർത്ഥം. 8 ഇലക്ട്രോണേ പാടുള്ളൂ ബോണ്ടിങ് കഴിയുമ്പോൾ. പക്ഷേ ഫോസ്ഫറസ് ഇവിടെ 10 ഇലക്ട്രോൺസ് ഫോം ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് നമ്മളിത് എക്സ്പാൻഡഡ് ഒക്ടക്റ്റ് എന്ന് പറയുന്നത്. ഇത് നമ്മളുടെ ഒക്ടക്റ്റ് റൂൾ ഒബേ ചെയ്യുന്നില്ല. ഓക്കെ, ഇതൊരു എക്സെപ്ഷണൽ കേസാണ്. ഓക്കെ, സോ ഇതുപോലെ 3 ലിമിറ്റേഷനാണ് ഇപ്പോൾ നമ്മൾ പറഞ്ഞത്. ഫസ്റ്റത്തെ ലിമിറ്റേഷൻ പറഞ്ഞു, ഇൻകംപ്ലീറ്റ് ഒക്ടക്റ്റ് ഓഫ് ദി സെൻട്രൽ ആറ്റം നമ്മൾ പറഞ്ഞു. അപ്പോൾ അതിൽ സെൻട്രൽ ആറ്റത്തിന് 2 ഇലക്ട്രോണേ വരുന്നുള്ളൂ. 2 ഇലക്ട്രോൺ അല്ലെങ്കിൽ 4 ഇലക്ട്രോൺ അല്ലെങ്കിൽ 6 ഇലക്ട്രോൺ വരുന്നു. ഒക്ടക്റ്റ് കംപ്ലീറ്റ് ആകുന്നില്ല. ഇനി അതായത് 8ൽ താഴെ വരുന്നു. പിന്നെ പറഞ്ഞത് ഓഡ് ഇലക്ട്രോൺ മോളിക്യൂൾസ് വരുന്ന കേസ്, അത് നൈട്രജൻ്റെ കോമ്പൗണ്ടുകളാണ് നമുക്ക് ഈസി ആയിട്ട് എഴുതാൻ പറ്റുന്നത്. നൈട്രിക് ഓക്സൈഡും നൈട്രജൻ ഡയോക്സൈഡും. ഇതിൽ രണ്ടിലും സെൻട്രൽ നൈട്രജന് സിംഗിൾ ഇലക്ട്രോണേ വരുന്നുള്ളൂ. അതാണ് ഓഡ് ഇലക്ട്രോൺ മോളിക്യൂൾസ്. ഇനി മൂന്നാമത്തെ കണ്ടീഷൻ നമ്മൾ പറഞ്ഞത് എക്സ്പാൻഡഡ് ഒക്ടക്റ്റ് വരുന്നത്. ഇത് മൂന്നാമത്തെ ലിമിറ്റേഷനാണ്. അത് സെൻട്രൽ ആറ്റം കൺസിഡർ ചെയ്യുമ്പോൾ 8 ഇലക്ട്രോണിൽ കൂടുതൽ വരുന്ന കണ്ടീഷൻ. ഒരു എക്സാമ്പിൾ പറഞ്ഞത് PCl5 ആണ്. ഇതുപോലെ തന്നെ വേറൊരു എക്സാമ്പിൾ നിങ്ങൾക്ക് SF6 വെച്ച് എഴുതി നോക്കാവുന്നതാണ്. സൾഫർ ഹെക്സാഫ്ലൂറൈഡ് SF6. ഇതും ഇതുപോലെ തന്നെ നമ്മൾ എഴുതി വരുമ്പോൾ സെൻട്രൽ ആറ്റത്തിന് ചുറ്റും നമുക്ക് മോർ ദാൻ 8 എന്നുള്ള കണ്ടീഷൻ വരും. SF ഇങ്ങനെയാണ് വരുന്നത്. ഓക്കെ, സൾഫർ 16th ഗ്രൂപ്പ് ആയത് കാരണം 6 വാലൻസ് ഇലക്ട്രോൺ ഉണ്ട് സൾഫറിന്. 6 വാലൻസ് ഇലക്ട്രോൺ. ഓക്കെ, പക്ഷെ വാലൻസി നമുക്ക് 2 വരുന്നുള്ളൂ സൾഫറിന്. പക്ഷേ അത് 2 ആറ്റംസ് ആയിട്ടല്ല കമ്പൈൻ ചെയ്യുന്നത്, 6 ആറ്റംസ് ആയിട്ട് കമ്പൈൻ ചെയ്യുന്നു. അതായത് അതിന് ലാസ്റ്റ് ശരിയിലെ 6 ഇലക്ട്രോൺസ് മൊത്തം അങ്ങോട്ട് എടുക്കുകയാണ്. സൾഫർ 16th ഗ്രൂപ്പ് അല്ലേ, അപ്പം നമ്മൾ കോൺഫിഗറേഷൻ എഴുതുമ്പോൾ 2 8 6 എന്നാണ് വരുന്നത്. അപ്പോൾ മൊത്തം 6 ഇലക്ട്രോൺസും, അതായത് എസിലെയും പിയിലെയും ഇലക്ട്രോൺസും മൊത്തം അവർ ബോണ്ടിങ്ങിന് വേണ്ടി യൂസ് ചെയ്യുന്നു. ഫ്ലൂറിൻ്റെ കേസ് ഓൾറെഡി നിങ്ങൾക്കറിയാം, നമ്മൾ ഒത്തിരി തവണ പറഞ്ഞു പോയ കേസാണ്. 1 2 3 4 5 ഇത് 6th വൺ. ഇങ്ങനെ 6 ഇലക്ട്രോൺസും സൾഫർ ബോണ്ടിങ്ങിന് വേണ്ടി യൂസ് ചെയ്യുന്നു. ഫ്ലൂറിൻ്റെ എഴുതാണെന്നുണ്ടെങ്കിൽ ഫ്ലൂറിന് 7 ആണ് ലാസ്റ്റ് ഷെല്ലിൽ. സോ 2 4 6 7. ഓരോ ഫ്ലൂറിന് ചുറ്റും 6 ഇലക്ട്രോൺസ് കൊടുക്കുക. 7th ഇലക്ട്രോൺസ് ബോണ്ടിങ്ങിൽ വരുന്നു. 2 4 6 7th ഇലക്ട്രോൺ. 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 അപ്പോൾ നമ്മൾ സൾഫറിനെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ സൾഫർ ഇങ്ങനെ വരുന്നു. SF6 2 ഫ്ലൂറിൻ ഇങ്ങനെ 2 സൈഡിൽ വരുന്നു, എഴുതുന്നു. സെൻട്രൽ ആറ്റത്തിന് ചുറ്റുള്ള ഇലക്ട്രോൺസ് കൗണ്ട് ചെയ്ത് നോക്കിക്കേ. എത്ര ബോണ്ട് ഫോം ചെയ്തിട്ടുണ്ട്? 6 ബോണ്ട് ഫോം ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒരു ബോണ്ടിങ്ങിന് 2 ഇലക്ട്രോൺ. സോ 6 ബോണ്ടിങ്ങിന് 6 × 2 12 ഇലക്ട്രോൺസ്.
ഒക്ടക്ട് കണ്ടീഷനിലും കൂടുതലായി മാറി. ഒക്ടക്ട് 8 ആണ്. അപ്പോൾ ഇവിടെ നമുക്ക് 12 ഇലക്ട്രോൺ കണ്ടീഷൻ ഇവിടെ സാറ്റിസ്ഫൈ ചെയ്തിട്ടുണ്ട്. സോ ഇത് എക്സ്പാൻഡഡ് ഒക്ടക്റ്റിന് എക്സാമ്പിളാണ്. ഓക്കെ, ഇതാണ് ലിമിറ്റേഷൻസ് ഓഫ് ദ ഒക്ടക്ട് റൂൾ. ഏറ്റവും 3 ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ്. ഫസ്റ്റ് വൺ നമ്മൾ പറഞ്ഞു ഇൻകംപ്ലീറ്റ് ഒക്ടക്ട്, രണ്ടാമത്തേത് ഓഡ് ഇലക്ട്രോൺ മോളിക്യൂൾ, മൂന്നാമത്തേത് എക്സ്പാൻഡഡ് ഒക്ടക്ട്.